ഗുഡ് മോർണിംഗ് ഷിബിന മാം. വളരെയധികം സന്തോഷത്തോടെ, നിറഞ്ഞ ഹൃദയത്തോടെ, നിറഞ്ഞ മനസ്സോടെയാണ് ഞാൻ ഈ വോയിസ് ഇടുന്നത്. ഞാൻ ഗ്രാറ്റിറ്റ്യൂഡ് ചാലഞ്ച് 11 ഡേയ്സ് പ്രോഗ്രാം അറ്റൻഡ് ചെയ്തിരുന്നു. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം തുടങ്ങിയ 11 ഡേയ്സ് പ്രോഗ്രാമിലും ഞാൻ അറ്റൻഡ് ചെയ്തിരുന്നു. ഇതൊക്കെ നേരത്തെ യൂട്യൂബ് വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു, ഗ്രാറ്റിറ്റ്യൂഡിൻ്റെ പ്രാധാന്യത്തെപ്പറ്റി. അപ്പോൾ അതൊന്നും എന്താ പറയണ്ടേ, റെഗുലറായിട്ട് ചെയ്യില്ലായിരുന്നു. അപ്പോൾ 11 ദിവസമല്ലേ ഉള്ളൂ, നമുക്ക് പിന്നെ സിസ്റ്റമാറ്റിക്കായിട്ട് ചെയ്യാമല്ലോ എന്നുള്ള ആ ഒരു ധാരണയിലാണ് അങ്ങനെ ചെയ്തു തുടങ്ങിയത്. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ തന്നെ എൻ്റെ ജീവിതത്തിലെ ചില കാര്യങ്ങളിലൊക്കെ ചെറിയ ചെറിയ മാറ്റം വരാൻ തുടങ്ങി. കാരണം അതിൻ്റെ ആ ഒരു പിന്നെ എങ്ങനെ ചെയ്യേണ്ടതെന്നുള്ള ആ ഒരു റൂട്ട് കൃത്യമായിട്ട് പറഞ്ഞു തന്നു. മാഡം അതിലെപ്പോഴും പറയുന്നൊരു വാക്കുണ്ട്, നമുക്ക് ഫ്രീ ആയിട്ട് ലഭിക്കുന്ന ബ്ലെസ്സിങ്സിൽ നമ്മൾ നന്ദി പറയുമ്പം നമ്മളറിയാതെ പല കാര്യങ്ങളും നമ്മുടെ ലൈഫിൽ സംഭവിക്കുമെന്ന്. അങ്ങനെയൊക്കെ തന്നെയായിരുന്നു. ഇതൊക്കെ ചെയ്യുമ്പോഴും എൻ്റെ മനസ്സിൽ ആരോടും പറയാതെ ഒരു 1.25 വർഷമായിട്ട് വളരെയധികം മനസ്സിനെ വളരെയധികം മുറിവേൽപ്പിക്കുന്ന ഒരു വിഷയം ഞാൻ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു എൻ്റെ ഫാമിലി ലൈഫിൽ. എനിക്കൊരു മകളാണ് ഞങ്ങൾക്ക്. പക്ഷെ അവളോട് എനിക്കത് ഷെയർ ചെയ്യാൻ പറ്റാവുന്ന ഒരു വിഷയമല്ല. എൻ്റെ ഫ്രണ്ട്സിനോടായാലും റിലേറ്റീവ്സിനോടായാലും ഒന്നും എനിക്ക് അത് പറയാൻ പറ്റുന്ന ഒരു കാര്യമല്ല. പിന്നെ എനിക്ക് പേരൻസ് ഇല്ല, ഒരു ബ്രദർ മാത്രമാണ് ഉള്ളത്. അപ്പോൾ അങ്ങനെ അവരോടൊന്നും ആരോടും ഷെയർ ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ്. വീട്ടിലത് ഹസ്ബൻഡിനോട് പോലും എനിക്കത് ചോദിക്കാൻ പറ്റുന്നൊരു സാഹചര്യത്തിലും അല്ലായിരുന്നു. കാരണം അത് അങ്ങനത്തെ ഒരു വിഷയമായിരുന്നു. അപ്പോൾ ഒരു സംശയം മാത്രമായിരുന്നു ആദ്യം. പക്ഷേ അതിൻ്റെ ചില കാര്യങ്ങളൊക്കെ എൻ്റെ ജീവിതത്തിൽ പിന്നെ എനിക്കത് മനസ്സിലായി തുടങ്ങി. അപ്പോൾ ഈ ഗ്രാറ്റിറ്റ്യൂഡ് ചാലഞ്ച് നടക്കുന്ന ആ സമയത്ത് തന്നെ ഇടയ്ക്ക് ഉണ്ടാവുന്ന ആ ഹീലിംഗ് സെഷൻ ഉണ്ടല്ലോ. അപ്പം ചില ദിവസങ്ങളിൽ ഞാനിങ്ങനെ മനസ്സിൽ അതിങ്ങനെ ആഗ്രഹിച്ചു, അതിലെന്തെങ്കിലും യാഥാർത്ഥ്യമുണ്ടെങ്കിൽ അതെൻ്റെ ജീവിതത്തിൽ എനിക്കത് മുമ്പിൽ എൻ്റെ കൺമുന്നിൽ അത് കാട്ടിത്തരണമെന്നുള്ള. പിന്നെ മാഡം പറയുന്നൊരു കാര്യം ഉണ്ടായിരുന്നു, പിന്നെ നമ്മൾക്ക് ലൈഫിൽ എന്തെങ്കിലും കാര്യം സാധിക്കണമെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ നടന്നു എന്ന് വിഷ്വലൈസ് ചെയ്യുക, എന്നിട്ട് ഗ്രാറ്റിറ്റ്യൂഡ് പറയുക. പക്ഷേ 75% എനിക്ക് ഉറപ്പില്ല, എങ്കിലും ഞാനത് വിഷ്വലൈസ് ചെയ്യുമായിരുന്നു, ഗ്രാറ്റിറ്റ്യൂഡ് പറയുമായിരുന്നു. പക്ഷെ വരും ദിവസങ്ങളിൽ ആ ഒരു കാര്യം അത് എൻ്റെ ഞാൻ ആഗ്രഹിച്ച പോലെ തന്നെ എൻ്റെ ജീവിതത്തിൽ പിന്നെ അതിൻ്റെ തീവ്രത കൂടി വന്നു. പിന്നെ അത് എൻ്റെ കൺമുന്നിൽ ഞാൻ ആഗ്രഹിച്ച പോലെ തന്നെ അങ്ങനെയുള്ള ചില 1-2 കാര്യങ്ങൾ എൻ്റെ കൺമുന്നിൽ വന്നു. പക്ഷെ എനിക്കത് സഹിക്കാൻ പറ്റിയില്ലായിരുന്നു. ഞാൻ ആ ഒരു സാഹചര്യം എൻ്റെ ജീവിതത്തിൽ വന്നപ്പോൾ ഞാനത് എൻ്റെ ജീവിതം തന്നെ അവസാനിപ്പിക്കണമെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ ആ ഒരു സാഹചര്യത്തിൽ എൻ്റെ മകളോട് പറയേണ്ടി വന്നു, സമാധാനമായിട്ടിരിക്കുക, ശാന്തമായിട്ടിരിക്കുക, വിഷമിക്കണ്ട. എന്നെ അവൾ ആശ്വസിപ്പിച്ചു. പക്ഷേ അവളും മെഡിറ്റേഷനൊക്കെ ചെയ്യുന്ന കൂട്ടത്തിലാണ്, ഡിഗ്രിക്ക് പഠിക്കുന്ന കുട്ടിയാണ്. പക്ഷെ അവൾ എന്നെ ആശ്വസിപ്പിച്ചു, ശാന്തമായിട്ടിരിക്കുക, ക്ഷമിക്കുക എന്നുള്ള രീതിയിൽ അവൾ എന്നെ ആശ്വസിപ്പിച്ചു. പക്ഷേ എന്തോ എനിക്കത് ആ ഒരു ഇൻസിഡൻറ്റ് വന്നപ്പം പിന്നെ ഞാൻ മാഡത്തെ വിളിച്ചു. എനിക്ക് ആദ്യം പെട്ടെന്ന് അങ്ങനെയാണ് തോന്നിയത്. ഞാൻ മാഡത്തെ വിളിച്ചിട്ട് ഞാൻ ഈ കാര്യം അവതരിപ്പിച്ചപ്പോൾ മാഡം എന്നെ ഒത്തിരി ആശ്വസിപ്പിച്ചു, സമാധാനിപ്പിച്ചു, ശാന്തമായിരിക്കാൻ പറഞ്ഞു. ഇതൊക്കെ ഒരു കാർമിക് സിറ്റുവേഷനാണ്, ചിലപ്പോൾ അത് എൻഡ് ആവുന്നതായിരിക്കും, അതുകൊണ്ടാണ് ഇപ്പം ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. ഒന്നുമില്ല, എളുപ്പം ഫോർഗീവ്നെസ്സിലേക്ക് ആ ഒരു പ്രോഗ്രാമിലേക്ക് കയറിക്കോളാൻ പറഞ്ഞു. അതിനൊരു സാഹചര്യം മാഡം ഒരുക്കി തന്നു. അങ്ങനെ ഞാൻ വീണ്ടും ആ ഒരു പിന്നെ ആദ്യത്തെ 2 ദിവസം മാഡത്തിൻ്റെ നിർദ്ദേശം അനുസരിച്ച് എന്തൊക്കെ ചെയ്യണം, എങ്ങനെ ഇരിക്കണം, വളരെ കാരണം മാഡത്തിൻ്റെ വാക്കുകൾ എന്നെ ഒത്തിരി ആശ്വസിപ്പിച്ചു. കാരണം എന്ത് ചെയ്യണം എന്നറിയില്ലാത്ത ഒരു അവസ്ഥയിലായിരുന്ന സമയത്ത് എനിക്ക് മാഡം തന്ന ഉപദേശം
ആശ്വാസവാക്കുകൾ എൻ്റെ മനസ്സിന് ഒത്തിരി തണുപ്പ് പകർന്നു. അങ്ങനെ ഞാനത് 2 ദിവസത്തെ ആദ്യത്തെ ദിവസം എഴുതി. അപ്പോൾ ഞാൻ ആദ്യം പെട്ടെന്ന് ഇങ്ങനെ അത് കേട്ടപ്പം എനിക്ക് 3ഓ 4ഓ പേരോടേ ഉള്ളൂ എനിക്ക് ഇച്ചിരി പകയായിട്ടും ദേഷ്യമായിട്ടും പിണക്കമായിട്ടൊക്കെയുള്ള അവരോട് ഗ്രാറ്റിറ്റ്യൂഡ് പറയാം എന്നുള്ള രീതിയിൽ തുടങ്ങി. എന്നാലും നമുക്ക് ഓർമ്മ വെച്ച നാൾ മുതലുള്ള കാര്യങ്ങൾ, ആ മെസ്സേജ് അങ്ങനെയായിരുന്നു. നിങ്ങൾക്ക് ഓർമ്മ വെച്ച കാലം മുതൽ നിങ്ങൾക്ക് ആരോടെങ്കിലും ഉള്ളിൽ നിങ്ങളുടെ വിഷമങ്ങൾ അവരോടൊക്കെ ക്ഷമിച്ചുകൊണ്ടും ക്ഷമ ചോദിച്ചുകൊണ്ടും എഴുതാൻ പറഞ്ഞു. ഞാൻ എഴുതി ഒരു 8 പേജോളം എഴുതി. പിന്നെയും എഴുതി. വീണ്ടും വൈകുന്നേരം എഴുതി. കാരണം എന്തായാലും വൈകിട്ടല്ലേ കത്തിക്കാൻ പറ്റുള്ളൂ. ഓർമ്മ വരുന്ന കാര്യങ്ങളെല്ലാം എഴുതി. ഒരു 10-15 പേജുകൾ എനിക്ക് തന്നെ അതിശയമായിരുന്നു. കാരണം ഓരോ കാര്യങ്ങൾ എൻ്റെ മനസ്സിലിങ്ങനെ വന്നുകൊണ്ടേയിരുന്നു. ഓരോ സ്കൂളിൽ പഠിച്ചപ്പോഴുള്ള കാര്യങ്ങൾ, ഫ്രണ്ട്സിനോട് പിണങ്ങിയ കാര്യങ്ങൾ, ചെയ്ത കാര്യങ്ങളൊക്കെ ഇങ്ങനെ എഴുതി ഒടുവിൽ എനിക്ക് വീട്ടിലുള്ള പൂച്ചയോട് പോലും ഞാൻ അങ്ങനൊരു മൈൻഡിലേക്ക് ഞാൻ എത്തപ്പെട്ടു. വീട്ടിൽ 3-4 പൂച്ചകളുണ്ട്. അവയൊക്കെ ഞാൻ ഉപദ്രവിക്കും. സമയത്തിന് ഭക്ഷണം കൊടുക്കാറില്ല. അപ്പോൾ അതൊക്കെ അവരോടൊക്കെ മിണ്ടാപ്രാണികളല്ലേ. അവരോട് പോലും ക്ഷമ ചോദിക്കേണ്ട ആ ഒരു മാനസികാവസ്ഥയിലേക്ക് ഞാൻ എത്തപ്പെട്ടു. പൂച്ചയെ പോലും ഞാൻ എടുത്തു വെച്ചിട്ട് പറഞ്ഞു, എന്നോട് ക്ഷമിക്കണേ, നിന്നെ ഞാൻ ചവിട്ടി അടിച്ചു എറിഞ്ഞു, എന്നോട് ക്ഷമിക്കണേ, നിനക്ക് ഞാൻ സമയത്തിന് ഭക്ഷണം തന്നില്ല. അങ്ങനെയൊക്കെ എന്നെ കുട്ടികൾ കളിയാക്കി. എൻ്റെ മകളോട് ഞാൻ ക്ഷമ ചോദിച്ചു. അമ്മ എന്ന രീതിയിൽ ഞാൻ വഴക്ക് പറയും, പിന്നെ ശാസിക്കും, അടിക്കും. അതൊക്കെ ചിലപ്പോൾ അത് അവരുടെ മനസ്സിന് വിഷമം ഏൽപ്പിച്ച് കാണും. അപ്പോൾ അങ്ങനെ ഞാൻ ക്ഷമ ചോദിച്ചും എന്നോട് ക്ഷമിക്കാനൊക്കെ പറഞ്ഞു. അങ്ങനെ ഒരു മാനസികാവസ്ഥയിലേക്ക് ഞാൻ എത്തപ്പെട്ടു. ഈ അന്തം വിട്ട പ്രതി എന്തും ചെയ്യുമെന്ന് പറഞ്ഞ പോലെ നമ്മുടെ ചില സിറ്റുവേഷൻസ് നമ്മളെ ആ ഒരു ഇതിൽ എത്തിക്കും. പക്ഷെ അങ്ങനെ ചെയ്തപ്പം അതിൻ്റെ ഒരു റിസൾട്ട് എനിക്ക് അന്ന് മുതൽ തന്നെ എനിക്ക് പിന്നെ കാണാൻ തുടങ്ങി. അപ്പോൾ പിറ്റേ ദിവസമായിട്ടും ഞാൻ എൻ്റെ ഒരു അനുഭവം ഞാൻ പറയുന്നതാണ് മാഡം. ഓരോരുത്തർക്ക് ഏതൊക്കെ രീതിയിലാണ് ഇത് പ്രവർത്തിക്കുന്നതെന്ന് എനിക്കറിയില്ല. എൻ്റെ ഒരു അനുഭവം ഞാൻ മാഡത്തോട് പറയുന്നതാണ്. പിറ്റേ ദിവസമായിട്ടും ഇത് പിന്നെയും കഴിഞ്ഞ ദിവസം കത്തിച്ച പേപ്പറിൽ ചില വ്യക്തികളോട് പിന്നെയും എനിക്ക് വീണ്ടും ഞാനങ്ങനെ അവരെപ്പറ്റി ചിന്തിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ വീണ്ടും അവരോട് ദേഷ്യം വന്നു തുടങ്ങി. അപ്പോൾ എനിക്ക് മനസ്സിലായി എനിക്ക് അവരോട് പൂർണ്ണമായിട്ട് ക്ഷമിക്കാൻ പറ്റിയില്ല. ഒരുപക്ഷെ അവരുടെ ആത്മാവിനോട് ഞാൻ ക്ഷമ ചോദിച്ചെങ്കിൽ ആത്മാവ് ക്ഷമിച്ചു കാണും. പക്ഷേ എനിക്ക് അവരോട് ക്ഷമിക്കാൻ പറ്റുന്നില്ല എന്നുള്ള ആ ഒരു തോന്നൽ എനിക്കുണ്ടായി. കാരണം എനിക്ക് അവരോട് അപ്പോഴും ദേഷ്യമാണ് തോന്നിയത്. പിറ്റേ ദിവസം മാഡം പറയുന്നത്, നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടാകത്തില്ല, നിങ്ങൾ വീണ്ടും എഴുതാൻ പറഞ്ഞു. ഞാൻ വീണ്ടും എഴുതിയപ്പോൾ പിന്നെയും അപ്പോൾ എനിക്ക് സങ്കടം തോന്നി, കരഞ്ഞു. പക്ഷെ അതൊക്കെ എൻ്റെ കുടുംബത്തിൽ ആ ഒരു സൗഖ്യം, ആ ഒരു ഹീലിംഗ് അത് നടക്കുകയാണെന്ന് എനിക്ക് തോന്നി തുടങ്ങി. ഞാൻ വീണ്ടും എഴുതി. അതിങ്ങനെ ഒരു 2-3 ദിവസം ഞാൻ ഇങ്ങനെ എഴുതിക്കൊണ്ടേയിരുന്നു. എഴുതുന്നു, കത്തിക്കുന്നു, ആ ഒരു ഇതായിരുന്നു. അപ്പം മോള് ചോദിക്കുകയും ചെയ്തു, എന്തിന് ഇങ്ങനെ ചെയ്യുന്നത്? ഞാൻ പറയുന്നത്, നോക്കട്ടെ, വരട്ടെ, കാണാം, നമുക്കിതിൻ്റെ റിസൾട്ട് വരും ദിവസങ്ങളിൽ കാണാം. പക്ഷേ അന്ന് മുതലൊക്കെ ഞങ്ങളുടെ കുടുംബജീവിതത്തിൽ അതിൻ്റെ ഒരു മാറ്റം പ്രതിഫലിക്കാൻ തുടങ്ങി. അതിൻ്റെ ചില ലാഞ്ചനകൾ എനിക്ക് കാണാൻ തുടങ്ങി. അപ്പം ഞാൻ മൗനമായിട്ടിരുന്നു. ഞാൻ വീണ്ടും എഴുതാൻ തുടങ്ങി, ഫർഗീവ് ചെയ്യാൻ തുടങ്ങി, ഗ്രാറ്റിറ്റ്യൂഡ് എഴുതാൻ തുടങ്ങി. പക്ഷേ അത്ഭുതം ഒന്ന് പറയട്ടെ, എന്ത് മാജിക്കാന്ന് എനിക്കറിയില്ല. ഒരുപക്ഷെ എൻ്റെ കുടുംബജീവിതത്തിൻ്റെ ഒരു അന്ത്യം അവിടെ കുറിക്കേണ്ടതാണ്, ഒരു ഫാമിലി ലൈഫ് എന്നുള്ള നിലയിൽ. പക്ഷേ അവിടെയൊക്കെ ഞാനത് ക്ഷമിച്ചു, ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞു, ക്ഷമ ചോദിച്ചും ക്ഷമിച്ചും ഒക്കെ എനിക്കെൻ്റെ ജീവിതത്തിൽ ഒത്തിരി മാറ്റം ഉണ്ടായി. അപ്പം അത് എങ്ങനെ നന്ദി പറയണ്ടതെന്ന് എനിക്കറിയില്ല. ഷിബിന മാഡത്തോട്, ഷംല മാഡത്തോട്, പ്രപഞ്ചശക്തിയോട്. പിന്നെ മാഡം പറഞ്ഞൊരു കാര്യം, ഈ ഒരു നമ്മുടെ ലൈഫിലെ ഒരു കാർമിക് സിറ്റുവേഷൻ എൻഡ് ആയതാണ്. അപ്പം ഇവരൊക്കെ നമുക്കോരോ പാഠം, നമുക്കോരോ ലെസൺ പഠിപ്പിച്ചു തരുന്നതാണ്. അപ്പോൾ അവരൊരിക്കലും നമ്മൾ ശത്രുക്കളായിട്ട് കാണരുത്. അവരുടെ നന്മയ്ക്കും സമ്പൽ സമൃദ്ധിക്കും ഐശ്വര്യത്തിനും വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. അവരുടെ കുടുംബജീവിതം നല്ല ധന്യമായി തീരാനൊക്കെ നമ്മൾ പ്രാർത്ഥിക്കണം.
അതോടൊപ്പം നമുക്കും ആ ഒരു ഇത് വരും എന്ന് നമ്മൾ അത്, പക്ഷെ അത് വളരെ വളരെ സത്യമാണ്. പിന്നെ ഈ ഒരു ഈ ഒരു പിന്നെ ഒരവസ്ഥയിലേക്ക് എന്നെ എൻ്റെ ആ ഒരു എന്നെ ഈ ഒരു ലിങ്ക് തന്ന് എന്നെ ഈ ഒരു ഗ്രൂപ്പിലേക്ക് എത്തിച്ച ഷംല മാഡത്തോട് ആദ്യമായിട്ട് നന്ദി പറയുന്നു. പുള്ളിക്കാരത്തെ എനിക്ക് വ്യക്തിപരമായിട്ട് അറിയില്ല. പക്ഷെ ഒരു മെസ്സേജ് ഇട്ടാൽ ഒരു 5 മിനിറ്റിനുള്ളിൽ തന്നെ പുള്ളിക്കാരി അത് കണ്ടിട്ട് അതിനുള്ള നിർദ്ദേശം തരും. മാഡത്തെ വിളിക്കാൻ പറയും. അല്ലെങ്കിൽ പുള്ളിക്കാരത്തി തന്നെ മാഡത്തെ കോണ്ടാക്ട് ചെയ്തിട്ട് അതിനുള്ള ആ ഒരു സാഹചര്യം ഒരുക്കി തരും. വളരെ വളരെ നന്ദി. ഷംല മാഡത്തെ ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ, ധാരാളം നന്മകൾ തരട്ടെ എന്ന് മാത്രമേ എനിക്കിപ്പോൾ പറയാനുള്ളൂ. അതുപോലെ ഷിബിന മാഡം, താങ്കളുടെ ആ വാക്കുകൾ, ശബ്ദം, അതെത്ര കരയുന്ന ഒരു വ്യക്തിക്കും ആശ്വാസമാണ്. ഇനിയും അനേകർക്ക് വെളിച്ചമാകാനായിട്ട് ദൈവം താങ്കളെ കരങ്ങളിലെടുത്ത് ഉപയോഗിക്കട്ടെ. അനേകർക്ക് ആശ്വാസമായിട്ട് താങ്കളുടെ വാക്കുകൾക്ക് വളരെ ശക്തിയുണ്ട് ആ വാക്കുകൾക്ക്. കാരണം അത് എനിക്ക് കാരണം ഞാൻ സൂയിസൈഡ് ചെയ്യണമെന്നുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തി നിന്നിട്ടാണ് പെട്ടെന്ന് എനിക്ക് മനസ്സിൽ തോന്നിപ്പിച്ച ഒരു വ്യക്തിയാണ്. അങ്ങനെ ആ ഒരു നിമിഷത്തിലായിരുന്നു ഞാൻ മാഡത്തെ വിളിച്ച് വളരെ 1-2 വാക്കുകൾ പറഞ്ഞപ്പോൾ തന്നെ എൻ്റെ മൈൻഡ് മാറി. മാഡം പറഞ്ഞു, സമാധാനിക്ക് ഷിബിനി, ഇതൊക്കെ എല്ലാം ഓക്കെ ആവും, എല്ലാം ശരിയാവും. ഫോർഗീവ്നെസ് ഒരു അതിലേക്ക് കയറിക്കോ, തിങ്കൾ മുതൽ വെള്ളിയാഴ്ച വരെ വെയിറ്റ് ചെയ്യും, ഒന്നും സംസാരിക്കേണ്ട, ക്ഷമിക്കുക, ശാന്തമായിരിക്കുക. എങ്കിലും ചില അവസരങ്ങളിൽ നമ്മുടെ കൺട്രോൾ പോയ അവസരങ്ങളുണ്ട്. പക്ഷെ അവിടെയൊക്കെയും മാഡത്തിൻ്റെ വാക്കുകൾ ഞാൻ ഓർത്തു. ഒത്തിരി എനിക്കത് വളരെ അതിവേദനയോടെ, വളരെ ഹൃദയവേദനയോടെയാണ് ഞാൻ മാഡത്തെ വിളിച്ചത്. പക്ഷെ മാഡം എന്തോ മാഡത്തിൻ്റെ വാക്കുകൾ, ആ ശബ്ദം, ആ സംസാരം ഒത്തിരി എന്നെ ആശ്വസിപ്പിച്ച നിമിഷമായിരുന്നു അതൊക്കെ. അതുകൊണ്ടാണ് ഞാനത് എന്തായാലും പോട്ടെ, ഒരു 5 ദിവസത്തെ കാര്യമല്ലേ, എന്തെങ്കിലും ചെയ്യാം എന്നുള്ള രീതിയിൽ ഞാൻ അങ്ങനെ ആയത്. പക്ഷെ എനിക്കതൊരു പുതിയൊരു ജീവിതമാണ് തന്നെ, ഞങ്ങൾക്കൊരു പുതിയൊരു കുടുംബ ജീവിതമാണ് തന്നെ. ആ ഒരു പ്രശ്നത്തിനൊരു പരിസമാപ്തി ഇന്നലെ വൈകിട്ടും ഇന്നുമായിട്ട് എനിക്കത് അനുഭവിക്കാൻ കഴിഞ്ഞു. വളരെ സന്തോഷമാണ്. ഇപ്പം കുടുംബത്തിൽ വളരെ വളരെ ഈ 1.25 വർഷം കൊണ്ട് അനുഭവിച്ചിരുന്ന ആ ഒരു അറ്റ്മോസ്ഫിയർ അല്ല ഇപ്പോൾ. ഒത്തിരി നന്ദിയുണ്ട് മാഡം, ഒത്തിരി നന്ദിയുണ്ട്. മാഡത്തെ ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു സോ മച്ച്. ഷിബിന മാഡത്തിന് ഒത്തിരി 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 നന്ദി പറയുന്നു. അതുപോലെ ഷംല മാഡത്തിന് വളരെയധികം നന്ദിയുണ്ട്. പിന്നെ നമ്മുടെ ഗ്രൂപ്പിലുള്ള വ്യക്തികൾ പലരും ഇതൊരു അവരെങ്ങനെ ഇത് കാണും എന്ന് എങ്ങനെയാണ് അവർ ഈ ഗ്രാറ്റിറ്റ്യൂഡിനെയും ഫോർഗീവ്നെസ് ആ ഒരു ചാലഞ്ചൊക്കെ എങ്ങനെയുള്ള ആറ്റിറ്റ്യൂഡിലാണ് സമീപിച്ചതെന്ന് എനിക്കറിയില്ല. പക്ഷേ ഞാൻ ജീവിക്കുന്ന ഒരു സാക്ഷിയാണ്. എനിക്കത് വളരെയധികം എൻ്റെ ലൈഫിൽ ഞാൻ അനുഭവിച്ച കാര്യമാണ് നിങ്ങളോട് പറയുന്നത്. ഇതാരും പിന്നെ പറയിപ്പിക്കുന്ന ഒരു കാര്യമല്ല. എൻ്റെ ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്ന്, ഹൃദയത്തിൻ്റെ ഭാഷയിൽ തന്നെയാണ് ഞാൻ ഈ നന്ദി ഇവിടെ അർപ്പിച്ചത്. ഒരു പക്ഷേ അത് നിങ്ങളിൽ ആർക്കെങ്കിലും എൻ്റെ ഈ ഒരു സാക്ഷ്യം, എൻ്റെ ഈ ഒരു അനുഭവം നിങ്ങൾക്ക് ആർക്കെങ്കിലും പ്രചോദനമാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. താങ്ക് യു ഷിബിന മാഡം, താങ്ക് യു ഷംല മാം. എല്ലാവർക്കും നന്ദി പറയുന്നു. എല്ലാവരെയും ദൈവം ധാരാളമായി സമ്പൽ സമൃദ്ധിയോടും ഐശ്വര്യത്തോടും എല്ലാ നന്മകളും നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് താങ്ക് യു സോ മച്ച്. നമസ്തേ. ഇത് നമ്മൾ കേട്ടത് ഫോർഗീവ്നെസ് തെറാപ്പിയിലെ ഒരു ടെസ്റ്റിമോണിയലായിരുന്നു. ഇതുപോലെ ധാരാളം ആളുകൾക്ക് പറയാൻ ഒരുപാട് കഥകളുണ്ട്. പലരും പറയുന്നത് കർമ്മ എന്ന് പറയുന്നത് നമ്മൾ അനുഭവിച്ചു തന്നെ തീരണം, അതിനകത്ത് ഒരു മാറ്റവുമില്ല, അനുഭവിച്ചു തന്നെ തീരണം എന്നാണ്. പക്ഷെ ഞാൻ പറയുന്നു, പോസിബിളാണ് നമ്മൾക്ക് മാറാൻ. പക്ഷെ നമ്മൾ തന്നെ വിചാരിക്കണം. നമ്മൾ തന്നെ വിചാരിച്ചാൽ നമ്മുടെ ലൈഫിൽ ഏത് ഏരിയാസിലായിട്ട്, ഹെൽത്ത് ആണെങ്കിലും റിലേഷൻഷിപ്പിലാണെങ്കിലും, മക്കളെ കൊണ്ടുള്ള പ്രശ്നത്തിലാണെങ്കിലും, പാരൻസിനെ കുറിച്ചുള്ള പ്രശ്നങ്ങൾ, ഇൻലോസിനെ കുറിച്ചുള്ള പ്രോബ്ലംസ്, ഇതൊക്കെയാണെങ്കിലും ദർ ഈസ് എ സൊല്യൂഷൻ. നമുക്ക് ഹീലിങ്സ് എടുക്കാം. കണ്ണിൽ തട്ടുന്നത് പിരികത്ത് തട്ടിപ്പോയെന്ന് പറയത്തില്ലേ,
അതേപോലെ നമ്മൾ ഹീലിങ്സിലോട്ട് കയറി ഹീലിങ്സ് എടുത്താലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മൊഡാലിറ്റി നിങ്ങൾക്ക് യോജിച്ച മൊഡാലിറ്റി നിങ്ങൾ ചൂസ് ചെയ്യാം. ഞാനിപ്പം ആക്സസ് ബാറും റേക്കിയും ക്രിസ്റ്റൽ ഹീലിങ് ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു വെളിച്ചത്തിൽ വെച്ച് ഞാൻ പറയാം, എല്ലാവർക്കും എല്ലാം സൂട്ടാവില്ല. നമ്മൾക്ക് കണക്റ്റായി വരുന്നൊരു ഒരു സിസ്റ്റം ഉണ്ടായിരിക്കും, അത് നമ്മളുടെ കയ്യിലോട്ട് വരും. അത് എപ്പോഴാണ് വരിക? നമ്മൾ വേണം എന്ന് വെച്ചിറങ്ങുമ്പോൾ, നമ്മൾക്ക് മാറണം എന്ന് വെച്ച് നമ്മൾ സറണ്ടർ ചെയ്യുമ്പോൾ, ആ ഈഗോനെ കളയുമ്പോൾ നമ്മളുടെ മുന്നിലോട്ട് ഇതൊക്കെയും ധാരാളമായിട്ട് നമ്മളുടെ അടുത്തോട്ട് വരും. സറണ്ടർ ചെയ്യാം, അതാണ് എനിക്ക് എപ്പോഴും പറയാനുള്ളത്. സറണ്ടർ ചെയ്ത് നിങ്ങളുടെ ഇപ്പം പോകുന്ന എല്ലാ സിറ്റുവേഷൻസും, അത് എന്ത് തന്നെ ആയിക്കോട്ടെ, അതിൻ്റെ സറണ്ടർ ചെയ്ത് ഓപ്പണായിട്ടിരിക്കുമ്പോൾ നിങ്ങളുടെ മുന്നിലോട്ട് പല രൂപത്തിൽ ഐഡിയാസ് ആയിട്ടാണെങ്കിലും ഒരുപാട് ഡോർസ് ഓപ്പൺ ആയി വരും. അതിലൊരെണ്ണം ചൂസ് ചെയ്യാം. അത് ഞാൻ പറയുന്ന ഒരു ഹീലിംഗ്, ഒരു മൊഡാലിറ്റി നിങ്ങൾ പഠിക്കും. അതിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യാം, ഞാൻ നമ്പർ കൊടുക്കുന്നുണ്ട്, എന്നെ കോൺടാക്റ്റ് ചെയ്യാം. നിങ്ങൾക്ക് എന്താണോ അനുയോജ്യമായിട്ടുള്ളത് അത് നിങ്ങൾക്ക് ഞാൻ ചൂസ് ചെയ്ത് തരാം. സോ ഇതാണ് ഇന്ന് തരാനുള്ള ഒരു മെസ്സേജ്. സോ ഇതിന് ക്ഷമയായിട്ട് എല്ലാവരും കേട്ടുകൊണ്ട് ആ ടെസ്റ്റിമോണിയൽ കേട്ടുകൊണ്ടിരുന്നതിന് താങ്ക് യു സോ മച്ച്. താങ്ക് യു.